നല്ല സാധനങ്ങളിട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ പലയിടത്തും ഉണ്ടാവണത് നമ്മളിപ്പോൾ ഈ ഫീൽഡിൽ കുറേ കണ്ട് പ്രശ്നം ഈ സംഘടനാ ലെവലിൽ ബന്ധപ്പെടുമ്പോഴുള്ളത് പറയുന്നത് ഒന്നായിരിക്കും, ചെയ്യുന്നത് വേറൊന്നായിരിക്കും. ഹലോ, ഞാൻ അബ്ദുള്ള. ഫാബ്രിക്കേഷൻ ഫീൽഡിൽ 35 വർഷമായിട്ട് ഉണ്ട്. ഞാൻ ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ KSFA സംഘടനയുടെ തൃശ്ശൂർ ജില്ലാ ട്രഷറാണ്. എൻ്റെ സ്ഥാപനം വരുന്നത് കാഞ്ഞിരക്കോട് ഓട്ടുപാറ കുന്നോളം റോട്ടിലാണ്. സ്റ്റാർ അലുമിനിയം ഇന്ത്യയിൽ സ്ഥാപനം ആരംഭിച്ചിട്ട് എത്ര വർഷമായി? 35 വർഷമായി ഈ ഫീൽഡിൽ. ഈ മേഖലയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്തായി? എങ്ങനെയാണ് 35 വർഷം മുന്നേ സാറ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്? ശരിക്കും അന്ന് ഞാൻ +2 കഴിഞ്ഞിട്ട് എന്ത് ജോലിയിലേക്ക് ഇറങ്ങണമെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ കൂടുതലും ഈ ഫീൽഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ പോകാമെന്നുള്ളതിൽ വടക്കാഞ്ചേരി ആൻസൽ അലുമിനിയം പറഞ്ഞൊരു സ്ഥാപനത്തിൽ കൂട്ടുകാരൻ്റെ കൂടെ ചോദിച്ചിട്ട് അങ്ങനെ കയറി. അങ്ങനെയാണ് ഈ പണി പഠിച്ചതും ഈ ഫീൽഡിലേക്ക് വന്നത്. നമ്മളൊരു സ്ഥാപനമായിട്ട് എടുത്ത് സ്ഥാപനം തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതലൊരു വെല്ലുവിളി എന്തായിരുന്നു അന്ന് കാലഘട്ടത്തിൽ? പണ്ട് കാലങ്ങളിൽ മെറ്റീരിയൽ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്, തൃശ്ശൂർ പോയി വരണം സാധനം എടുക്കാൻ, അല്ലെങ്കിൽ ഗുരുവായൂർ ധന്യ അലുമിനിയം, തൃശ്ശൂർ ഉള്ള അലുമിനിയം, അങ്ങനെ 1-2 സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നുള്ളതാണ് മെറ്റീരിയൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലായിടത്തും സാധനം കിട്ടും. മറ്റേ ബസ്സിൻ്റെ പുറത്തും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോകണം. അങ്ങനത്തെ ഒരു ഇത്ര നല്ല സാധനങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് കുറച്ച് സാധനങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് പണിയല്ലായിരുന്നു. 35 വർഷം ബിസിനസ് നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം എന്താണ് പ്രധാന കാരണം? അതായത് തുടർച്ചയായി ഇതേ ബിസിനസ്സിൽ തന്നെ നിൽക്കാനുള്ള ഒരു കാരണം എന്താണ് പറഞ്ഞത്? എന്താ വെച്ചാൽ ഇതൊരു നല്ലൊരു ഫീൽഡാണ്. എന്താ വെച്ചാൽ മേത്തഴുക്കാവുന്ന ഒരു പ്രശ്നമില്ല. ഇട്ട വർക്കിൽ വന്നിട്ട് ഏത് ഡ്രസ്സിലാണ് നമ്മൾ വരുന്നത് ആ ഡ്രസ്സിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഈ ഫാബ്രിക്കേഷൻ്റെ വർക്ക്. കൂടുതലും ആ ഒരു വർക്കിംഗ് ഡ്രസ്സിൽ അപൂർവങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ എന്ന്. എല്ലാവരും ഇട്ട ഡ്രസ്സിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ കൂടുതലും അധികം ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞാൽ അധികം വെയിൽ കൊള്ളണ്ട, മറ്റുള്ള പണിക്കാരെ പോലെ വെയിൽ കൊള്ളണ്ട. പിന്നെ ഒരു സ്റ്റാൻഡേർഡുള്ള പണിയാണ് ഈ ഫാബ്രിക്കേഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല വരുമാനമുള്ള ഒരു ഫീൽഡും കൂടിയാണ് ഈ ഫീൽഡ്. അന്നും ഇന്നും അലുമിനിയം മേഖലയിൽ വന്ന പ്രധാന മാറ്റങ്ങൾ എന്തായിരുന്നു? അതായത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ മേഖലയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും? മാറ്റങ്ങൾ പറഞ്ഞാൽ ഒന്ന് കോമ്പറ്റീഷൻ കൂടി. മെയിനായിട്ട് അന്ന് ഇത്ര ആൾക്കാരുണ്ടായിരുന്നില്ല. ഇന്ന് ആൾക്കാർ ഒരുപാട് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ മേഖലയിൽ കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡ് ഈ ചെറുപ്പക്കാർ വർക്ക് ചെയ്യുന്നത് ഈ ഫാബ്രിക്കേഷൻ വർക്കിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൾ കൂടുന്നതിനനുസരിച്ച് കോമ്പറ്റീഷനും കൂടുതലോ. പിന്നെ അന്ന് ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല വർക്കുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ചിട്ട് അന്ന് മെറ്റീരിയൽ കുറവായിരുന്നു. ഇന്ന് ഇഷ്ടം പോലെ എല്ലാ മെറ്റീരിയലും കിട്ടുന്നുണ്ട്. സാധനങ്ങൾ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. കസ്റ്റമർ വിശ്വാസം എന്നാണ് പെരുമാറ്റം, ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗി പോലെ ചെയ്തു കൊടുക്കുക, പറഞ്ഞ വാക്ക് പാലിക്കുക. കസ്റ്റമറായിട്ട് നല്ല മിംഗ്ലിംഗ് ആയിരിക്കണം. ഒരു വിഷയം ഉണ്ടെങ്കിൽ തന്നെ നല്ലപോലെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവാണ്. അവരോടുള്ള വിശ്വാസം ആർജിച്ചെടുക്കണം കസ്റ്റമറുടെ. അതാണ് മെയിൻ പ്രധാന ഘടകം. പിന്നെ ചെയ്യുന്ന വർക്ക് സത്യസന്ധമായി നല്ല സാധനം, പറഞ്ഞ സാധനം ചെയ്തു കൊടുക്കണം. ഇപ്പോൾ 2026 കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ സ്റ്റാർ അലുമിനിയം ആൻഡ് ഇന്ത്യയിൽ എന്തൊക്കെ വർക്കുകളാണ് സാർ ഏറ്റെടുക്കുന്നത്? എന്നെ സംബന്ധിച്ചോളം പറഞ്ഞ് A to Z വർക്കുകൾ ഏറ്റെടുക്കുന്നുണ്ട്. ഈ ഫീൽഡിൽ സംബന്ധിച്ച് ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലെ എല്ലാ വർക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ പണിക്കാരായിട്ടും നമുക്ക് കണക്ഷനുള്ള കാരണം ഒരു വീട്ടിൽ വർക്കിന് ചെന്നാൽ അവർക്ക് എന്താണോ ചെയ്യേണ്ടത് വെച്ചാൽ അത് നമ്മൾ പണിക്കാരെ കൊടുന്ന് ചെയ്യിച്ചു കൊടുക്കാറുണ്ട്. ഇന്ന വർക്ക് എന്നല്ല, അവർ ഉദ്ദേശിക്കുന്ന ഏത് വർക്കാണോ ആ വർക്ക് എല്ലാം നമ്മൾ ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മളൊരു വർക്കിൻ്റെ ഒരു ഗുണനിലവാരം എങ്ങനെയാണ് ഉറപ്പാക്കുന്നത്? വർക്കിൻ്റെ ഗുണനിലവാരം പറഞ്ഞ് നമ്മൾ ആദ്യം ഈ പാർട്ടികൾക്ക് സാമ്പിൾ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ വെയിറ്റ് പറഞ്ഞു കൊടുക്കും. ഞാൻ കൂടുതലും സാധനങ്ങൾ കൊണ്ട് ഈ പാർട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക പതിവ്. എല്ലാ സാധനങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം ആ സാധനം അവിടെ വെച്ചിട്ട് പോരും. വർക്ക് കഴിഞ്ഞിട്ടാണ് ആ സാധനം റിട്ടേൺ എടുക്കാറുള്ളൂ. അവർക്ക് ടെസ്റ്റ് ചെയ്യുക സാധനങ്ങൾ, നമ്മൾ ചെയ്ത സാധനങ്ങളും സാമ്പിൾ കാണിച്ചത് ഒന്നല്ലേ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഒക്കെ ഒരു പരസ്പര വിശ്വാസമാണ് മെയിനായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മുടെ ഒരു വർക്ക് കണ്ടിട്ട് അത് കണ്ടിട്ടാണ് അടുത്ത വർക്ക് കിട്ടുന്നത്. അല്ലാണ്ട് നമ്മൾ സൈറ്റിൽ പോയിട്ട് വർക്ക് തരുമോ എന്ന് ചോദിച്ചിട്ടല്ല. ഒരു വർക്ക് കണ്ട് അവർ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ കൂട്ടുകാരിൽ അങ്ങനെയാണ് നമ്മുടെ വർക്കിനെ കയറി പോണത്. ഒരു പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അതായത് ഒരു വീട്ടിലെ ഒരു പാക്കേജ് ആണല്ലോ, എന്തൊക്കെയാണ് വരുന്നത്? പാക്കേജ് പറഞ്ഞാൽ മെയിനായിട്ട് ഒരു വീട്ടിലെ അടിസ്ഥാനം അത് കിച്ചനാണ്. പിന്നെ അവരുടെ സാമ്പത്തികം അനുസരിച്ച് ബെഡ്റൂം ചെയ്യാം. അതൊക്കെ എങ്ങനെ അലങ്കാരമാക്കണമെങ്കിൽ അത്ര അലങ്കാരമാക്കി ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ എല്ലാ ഈ ഫീൽഡിൽ എത്ര നല്ല സാധനങ്ങളും എങ്ങനെ മോഡിഫൈ ചെയ്യാൻ എല്ലാ സാധനങ്ങളും കിട്ടാനും ഭംഗിയായി ചെയ്യാനും പറ്റും. ഈ കോമ്പറ്റീഷൻ എങ്ങനെയാണ് സാറ് ഓവർകം ചെയ്യുന്നത്? ഈ പാർട്ടികളെ ബോധവൽക്കരിച്ചാണ് നമ്മൾ ഈ കോമ്പറ്റീഷനെ ഓവർകം ചെയ്യണത്. പിന്നെ സത്യസന്ധമായ കാര്യങ്ങൾ പറയണു, സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണു. അപ്പോൾ ആൾക്കാരെ വിശ്വാസമാണ് മെയിൻ. ഈ മേഖലയിൽ പുതിയതായി സംരംഭങ്ങൾ തുടങ്ങുന്ന ഒരു ഇൻഡസ്ട്രി, ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് തുടങ്ങുന്ന ആൾക്കാരോട് സാറിൻ്റെ ഒരു മെസ്സേജ് എന്തായിരിക്കും പറയാം? മെസ്സേജ് വെച്ചാൽ നല്ല സാധനങ്ങളിട്ട് ചെയ്തു കൊടുക്കുക. നമ്മളിപ്പോൾ പലയിടത്തും ഉണ്ടാവണത് നമ്മളിപ്പോൾ ഈ ഫീൽഡിൽ കുറേ കണ്ട് പ്രശ്നം ഈ സംഘടനാ ലെവലിൽ ബന്ധപ്പെടുമ്പോഴുള്ളത്
പറയുന്നത് ഒന്നായിരിക്കും, ചെയ്യുന്നത് വേറൊന്നായിരിക്കും. അപ്പോൾ പൊതുവായി തുടങ്ങുന്ന സംരംഭങ്ങളിൽ പറയാനുള്ളത് സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, സത്യസന്ധമായി പ്രവർത്തിക്കുക, പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, നല്ല സാധനമായിട്ട് ചെയ്തു കൊടുക്കുക, അതിനുള്ള റേറ്റ് മേടിക്കുക. 2013 ഞങ്ങൾ സംഘടന തുടങ്ങിയത്, തൃശ്ശൂർ ജില്ലയിൽ തുടങ്ങിയത്. 16 യൂണിറ്റ് ഉണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ. ഇപ്പോൾ വടക്കാഞ്ചേരി മാത്രമാണ് തൃശ്ശൂർ ജില്ലയിൽ KSFA പറഞ്ഞ അലുമിനിയം ഫാബ്രിക്കേഷൻ സംഘടന നിലനിൽക്കുന്നത്. അതിലെ ട്രഷറിനെ തുടക്കം മുതലേ ഞങ്ങളുടെ ഒരുപാട് വ്യക്തിത്വങ്ങളുടെ ശ്രമഫലമായി ഉണ്ടായ ഒരു സംഘടനയാണിത്. ഉള്ള 100 ചില്ലാനം മെമ്പർമാർ ഓൾറെഡി ഈ സംഘടനയിലുണ്ട്. എല്ലാവർക്കും നല്ല സേവനമാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇൻഷുറുണ്ട്, 10 ലക്ഷമാണ് കവറേജ്. വല്ല ആക്സിഡന്റ് പറ്റിയ സംഘടനയിൽ ഒരു സഹായമുണ്ട്, 5000 രൂപ വരെ കമ്മിറ്റിക്ക് കൊടുക്കാം. കൂടുതൽ കൊടുക്കണമെങ്കിൽ എക്സിവ് കൂടിയിട്ട് അതും കൊടുക്കാം. പിന്നെ ഈ കൊറോണ സമയത്തും മറ്റുള്ള സമയത്തും ബുദ്ധിമുട്ടുകളനുസരിച്ച് എല്ലാ മെമ്പർമാർക്ക് നമ്മൾ പലചരക്ക് സാധനങ്ങളും പച്ചക്കറിയും എല്ലാം കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രളയത്തിൽ ഒരു മെമ്പറുടെ വീടിന് കേട് പറ്റിയിട്ട് ഞങ്ങൾ പൊതുവായി പിരിച്ചിട്ട് മെമ്പറുടെ വീട് ശരിയാക്കി കൊടുത്തു. അങ്ങനെ പൊതുവായ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ശരിക്ക് ചില കസ്റ്റമർ സ്റ്റാറിന്റെ സാറിനെ വേണം, അബ്ദുള്ള സാറിനെ വേണം എന്ന് പറയാൻ കാരണം എന്താ? അത് നമ്മുടെ വർക്ക് കണ്ടിട്ടും നമ്മുടെ പെരുമാറ്റം കണ്ടിട്ടും അവരോട്ടുള്ള ഡീലിങ്ങും കറക്റ്റായി അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ എല്ലാ അസോസിയേഷൻ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിനെയും ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളമാണ്? ഫാമിലിയിൽ ആരൊക്കെയാണുള്ളത്? ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. ഫാമിലി ഉള്ളത് ഇപ്പോൾ ഉമ്മ ഉണ്ട്, വൈഫ്, 3 മക്കളാണ്. മൂത്തത് മോള്, അവളുടെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികൾ. രണ്ടാമത്തവൻ ദുബായിലെ MBA കഴിഞ്ഞിട്ട് അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുന്നു. ചെറിയവൻ BCA കഴിഞ്ഞിട്ട് ഒരു ബോംബെ കമ്പനിയിൽ ക്ലൗഡ് അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഫാമിലി. ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടാണ്. ആദ്യം നമ്മൾ സൈറ്റിൽ പോയി വിസിറ്റ് ചെയ്യും, അവരോട് ചോദിക്കുക എന്നാണ് നിങ്ങളുടെ ഫംഗ്ഷൻ. പിന്നെ അടുത്ത പടിയായിട്ട് അവർക്ക് മെറ്റീരിയൽ കാണിച്ചു കൊടുക്കും, സാമ്പിൾ ഫോട്ടോസൊക്കെ മൊബൈലിലുണ്ട്, അതൊക്കെ കാണിച്ചു കൊടുക്കും. ഇനി ചില ടീമുകൾ പറഞ്ഞ് ഞങ്ങൾക്ക് നിങ്ങൾ ചെയ്ത വർക്ക് കാണുന്നു, അപ്പോൾ ചെയ്ത വീട്ടുകളിൽ അവരെ കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടമായി, ഇന്ന മോഡൽ വേണം എന്ന് പറഞ്ഞാൽ അവരുടെ ടൈം കൂടി ചോദിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. ഓരോന്നിനും 2 or 3 ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ആ 3 കാര്യം പറഞ്ഞിട്ടാണ് അവരുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് ഫസ്റ്റ് ക്വാളിറ്റി പറഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി ചെയ്ത് കൊടുക്കാറില്ല. കുറഞ്ഞ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് കംപ്ലൈൻറ്റ് ഉണ്ടാകും, ഇങ്ങനെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത ഉണ്ട്, അത് മതിയെങ്കിൽ അത് ചെയ്ത് തരാൻ പറഞ്ഞിട്ടാണ് ചെയ്ത് കൊടുക്കാറുള്ളൂ. പ്രേക്ഷകരോട് പറയാനുള്ള മെയിനായിട്ട് ഒരു വർക്ക് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ വിശ്വാസമുള്ളവരെ ഏൽപ്പിക്കുക. പിന്നെ അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ചില വീട്ടുകാർക്ക് ഒന്നും അറിയില്ല, അവർ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് വർക്ക് കൊടുക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ കംപ്ലൈൻ്റ് ആവും, പിന്നീട് അത് ഈ വർക്ക് എടുത്ത ആളും ഇവർ തമ്മിലുള്ള പ്രശ്നത്തിന് കാരണമാവും. അപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത് നല്ല ആൾക്കാരെ ചൂസ് ചെയ്യുക, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി സാമ്പിൾ കണ്ടതിൻ്റെ ശേഷം കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യിക്കുക. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും കൊല്ലമായില്ലേ, നമുക്ക് ഇത്രയും ഏജായി, ഇനിയൊരു പുതിയൊരു സംരംഭം തുടങ്ങാനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇതിനനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. സ്ഥാപനം കാഞ്ഞിരക്കോടാണ് സ്ഥാപനം. ഓട്ടുകാറ കുന്നാള റോട്ടിലാണ് സ്ഥാപനം. സ്റ്റാർ അലുമിനിയം ഫാബ്രിക്കേഷൻ, സ്റ്റീൽ, ഇന്റീരിയർ ആൻഡ് സ്റ്റീൽ വർക്ക് എല്ലാ വർക്കും എടുക്കുന്നുണ്ട്.